ഹലോ നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് എൻറ്ററീസ് മെത്തേഡിനെ കുറിച്ചാണ്. ഒബ്ജക്റ്റ് എൻറ്ററീസ് മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊടുക്കുന്ന ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് കീ, വാല്യൂ എന്നിവ ഒരു അറയിൽ നിന്നും റിട്ടേൺ ചെയ്ത് എടുക്കാൻ വേണ്ടിയാണ്. ആ വാല്യൂകളെയെല്ലാം സ്വയം തന്നെ ഓരോന്നോരോന്നായി നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ചെറിയൊരു പ്രോഗ്രാമാണ്. അറയിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഈ മെത്തേഡ് അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് മെത്തേഡ് ഉപയോഗിക്കുന്നത് ഒരു അറേൻ്റെ ഉള്ളത്തെ ഒരു പർട്ടിക്കുലർ വാല്യൂ നമുക്ക് തിരിച്ചെടുക്കാൻ അല്ലെങ്കിൽ റിട്ടേൺ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ചെറിയൊരു പ്രോഗ്രാമാണ്, നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ നമ്മളിവിടെ വന്ന് സ്ക്രിപ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഒരു കോൺസ്റ്റന്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. കോൺസ്റ്റ് എന്ന് എഴുതിയതിന് ശേഷം നമുക്ക് ഒരു പേര് കൊടുക്കാം. ഒബ്ജക്റ്റ് ഇഷ്ടമുള്ള പേര് കൊടുക്കാമെന്നാണ്. OBG എന്ന് കൊടുത്തിട്ടുണ്ട്. ഈക്വൽ ടു ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വാല്യൂസ് നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ആദ്യം തന്നെ വാല്യൂ നമ്മളിവിടെ വന്ന് 10 എന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു വാല്യൂ ചേർത്ത് കൊടുത്തു. സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലായിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇവിടെ കോമ ഇട്ടു. അടുത്ത വാല്യൂ നമ്മൾ ഇതുപോലെ ചേർത്ത് കൊടുത്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ രണ്ടാമത്തെ വാല്യൂവും ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ മൂന്നാമത്തെ വാല്യൂവും ഇതേ രൂപത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മൂന്നാമത്തെ വാല്യൂ ആണ് ചേർത്ത് കൊടുത്തത്. ഇവിടെ വന്ന് നമ്മൾ കോമയിട്ട് അവസാനിപ്പിച്ചു. ഓക്കെ, ഇതെല്ലാം നമ്മളിവിടെ വന്ന് അറ്റ് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ക്ലോസ് ചെയ്യുകയും ചെയ്തു. ഇനി നമുക്കിത് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ console.log എന്ന് ചേർത്തതിന് ശേഷം ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. ആദ്യം തന്നെ നമ്മൾ കൊടുത്ത ഒബ്ജക്റ്റ് എൻറ്ററീസ് ഉപയോഗിക്കുക. ഒബ്ജക്റ്റ് എൻറ്ററീസ് എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ വന്ന് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള, അതായത് നമ്മൾ നേരത്തെ കൊടുത്ത ഒബ്ജക്റ്റ് ഏതാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിൻ്റെ പേര് നമ്മൾ നേരത്തെ കൊടുത്ത ഒബ്ജക്റ്റിൻ്റെ പേര് ഒബ്ജക്റ്റ് എന്നാണ്. അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഈ രൂപത്തിൽ ഈ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എത്രാമത്തെ വാല്യൂ ആണോ നമുക്ക് പ്രിൻറ്റ് ചെയ്യേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. നമുക്കിതിലെ മൂന്നാമത്തെ വാല്യൂ, അതായത് അറേൻ്റെ വാല്യൂ തുടങ്ങുന്നത് 0, 1, 2 ആണ്. അതുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്ന് 2 ആണ് ചേർത്ത് കൊടുത്തത്. അതിനുശേഷം സ്റ്റേറ്റ്മെന്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി ഇത് നമുക്കൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമുക്കിത് റണ്ണ് ചെയ്യിക്കുമ്പോൾ ഒരു എററുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നത് എന്തെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്യുന്നത്. അതിന് പകരമായി ഈ ഒബ്ജക്റ്റ് എന്നുള്ളത് മാത്രമായിട്ട് നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യണം. അതിനുശേഷം നമ്മൾ ഈ റൗണ്ട് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ട വാല്യൂ നമുക്കിതുപോലെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് റണ്ണ് ചെയ്യിക്കുമ്പോൾ നമുക്കിതിലെ രണ്ടാമത്തെ വാല്യൂ, അതായത് നമുക്കിവിടെ ഇവിടെ കൊടുത്ത ഈ വാല്യൂ നമുക്കിവിടെ ആ റേഞ്ചിൻ്റെ ഉള്ളത്തെ വാല്യൂ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്തതായി നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് എങ്ങനെ ജാവാസ്ക്രിപ്റ്റ് ഒബ്ജക്റ്റ് എൻറ്ററീസ് എന്ന മെത്തേഡ് ഉപയോഗിക്കാമെന്നും അതെങ്ങനെ നമുക്ക് അത് വെച്ചിട്ട് എങ്ങനെ ഒരു എക്സാമ്പിൾ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.